ധാരാധരശ്യാമളാംഗം ചുരികാഛാപധാരിണം കിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. വേട്ടക്കര കൂടണ്ടാവണേ വാമുകുന്ദ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ സഹോദരൻ ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരി, പിന്നെ പാട്ടുകാരെന്നോ സഹോദരനോ എങ്ങനെ പറയാമെന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളില്ലാതെ ഒരു ദിവസം പോലും ഞാനൊരു കാറിൽ സഞ്ചരിക്കാറില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഇരുത്തിയും കൊണ്ട് പറയല്ല കേട്ടോ. കാരണം ഇപ്പം അടുത്ത് ഞങ്ങൾ റാന്നിയിൽ അയ്യപ്പസത്രം 14 ദിവസം ഏട്ടൻ്റെ കൂടെ അവിടെ ഉണ്ടായി. അവിടെ ആ തുടക്കത്തിൽ ഒരു ഉണർത്ത് പാട്ടായിട്ട് അയ്യപ്പസത്രം ഹരിതനയനെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, അത് പുറത്തേക്ക് അത്ര ആൾക്ക് കേട്ടിട്ടുണ്ടാവില്ല. അതിൽ എൻ്റെ ജീവൻ്റെ വ്രതമായ സ്വാമി എന്ന് അദ്ദേഹം പാടണത് ഞാനൊരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും കേൾക്കുന്ന ഒരു പാട്ടാണത്. അതിൽ ആ പാട്ട് വളരെ വിശേഷമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മൈക്കയുടെ മുമ്പിലേക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കണു. പിന്നെ സൂര്യകാലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം ഗുരുസ്വാധീനായ അദ്ദേഹവും, പിന്നെ സ്വാമിനി, പിന്നെ അഡ്വക്കേറ്റ് സുജാത വർമ്മ, സഹോദരനായ തൃശ്ശൂർ കൃഷ്ണകുമാർ, സന്തോഷ് മാരാത്ത്, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കൂടാതെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രതിസ്ഥാനീയർക്കും സഹോദരന്മാർക്കും എൻ്റെ പ്രത്യേക കൂപ്പുകൈ. എനിക്ക് വളരെ പ്രസംഗിച്ചൊന്നും അത്ര പരിചയമില്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ള 1-2 കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തിനൊക്കെ പോവാറായി. ഇവിടെ എനിക്കിപ്പോൾ ഒരു മനസ്സിൽ ഓർമ്മ വരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പലരും പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു. ഞങ്ങൾ പിന്നെ തിരുനാവായനെ ജനിച്ചു വളർന്നവരാവുണ്ട്. ഇപ്പം ഒരു 2014 വനിത എന്നുള്ള മാസികയിൽ ഇല്ലത്തെ പറ്റിയിട്ട്, അതായത് ഞാനും സുധീർ നമ്പൂതിരിയൊക്കെയുള്ള അരീക്കര മനയെ പറ്റിയിട്ട്, കാരണം ഒരു ഏകദേശം 5 നൂറ്റാണ്ടുകളോളമായി ഇവിടെ മേൽശാന്തി പ്രവൃത്തി നമ്മളെ കുടുംബം ചെയ്തു പോരുന്നു പാരമ്പര്യമായിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ലേഖനം, ഒരു 5 പേജ് ലേഖനം അതിൻ്റെ ഫീച്ചറായി ഇങ്ങോട്ട് വനിത എന്നുള്ള മാസികയിൽ വന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിനീഷ് ഇവിടെ കോട്ടയത്ത് നിന്ന് വന്നതാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ കഥകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ സമയത്തിൻ്റെ, ഇപ്പോൾ ഇവിടെ പൂജ നടക്കുന്നതിൻ്റെ ഇടയിലോ അത് കഴിഞ്ഞ് ഇല്ലത്ത് പോയും കൊണ്ടും ഒരു 3-4 മണിക്കൂർ കൊണ്ട് തിരുനാവായത്തെ ചരിത്രങ്ങളോ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളോ നമ്മൾ ഇല്ലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വനിതാ മാസിക അച്ചടിച്ച് വരുമ്പോൾ അതിലാദ്യത്തെ വാക്കുകൾ അതിപ്പോഴും മനസ്സിന്ന് പോവാതെ, കാരണം തിരുനാവായക്കാരായ നമ്മൾക്ക് പോലും തോന്നാത്ത 2-3 വാക്കുകളായിരുന്നു. ഒന്ന്, പിന്നെ നമ്മുടെ പിതൃക്കളെല്ലാവരും കൂടി സ്വർഗലോകത്തേക്ക് കുടിയേറുന്ന ശാന്തി തീരം, അതാണ് തിരുനാവായനെ അദ്ദേഹം നിർവചിച്ചത്. രണ്ടാമത്, ഇവിടുത്തെ മണൽത്തരികൾക്ക് അനേകായിരം കോടി കഥകൾ പറയാനുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീണ്ടു പോണതാണ്, മുഴുവനല്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനടക്കം ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടം വരെ ഇല്ലത്ത് മുത്തശ്ശന്മാരായാലും അല്ലെങ്കിൽ അച്ഛന്മാരായാലും ഈ മഹോത്സവത്തെയൊക്കെ പറ്റിയിട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തമായി ഇപ്പോൾ തിരൂർ ദിനേശ് ചേട്ടനോട് എന്തെന്നില്ലാത്തൊരു കടപ്പാട്, കാരണം നമ്മളും അതൊരു ചാവേറുകൾ വരണേ അല്ലെങ്കിൽ അടിപിടി നടക്കണേ. പിന്നെ നമ്മളൊക്കെ കുറച്ചും കൂടിയും അറിവ് കേട്ടത് ഒരു ട്രേഡ് ഫെയറും കൂടി ഇവിടെ നടന്നിരുന്നു, അല്ലെങ്കിൽ ഫാർമേഴ്സിൻ്റെ അങ്ങനെ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതൊന്നുമല്ലാതെ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഇതാണ് എന്നുള്ളത് 100% തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തന്ന എന്താണ് മാമാങ്കം അല്ലെങ്കിൽ മാഘമക മഹോത്സവം എന്നുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തിരുനാവായക്കാർ കുറേ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പലവരും ഈ ഒരു അവസരത്തിലാണ് ഇതിനെ പറ്റിയിട്ട് 100% ബോധ്യവന്മാരാവണം. അത് ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞു നിർത്താൻ, ഞാൻ ഓമന ചേച്ചിയോട് അടുത്ത ദിവസം അമ്പലത്തിൽ വേറൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാനത് പറഞ്ഞായിരുന്നു. തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രിൻസിപ്പാളായിട്ട്, ഇപ്പോൾ മേൽശാന്തിയുടെയൊക്കെ ആലുവയിൽ തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രിൻസിപ്പാൾ മേൽശാന്തിയുടെയൊക്കെ ഒരു മുത്തപ്പനായിരുന്നു, കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ നമ്മളെ പൂജാ സംവിധാനത്തിൻ്റെ ഇടയിൽ കൃഷ്ണനായാലും ശ്രീരാമനായാലും അവതാര വിഷ്ണുക്കൾക്കൊക്കെ മൂലമന്ത്രം ഒന്നേ ഉള്ളൂ. പക്ഷെ പൂജാ സംവിധാനങ്ങളിൽ ആവാഹന മന്ത്രങ്ങളിലോ മറ്റു മന്ത്രങ്ങളോ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ഇത്രേ എന്തുകൊണ്ട് കൃഷ്ണന് വേറെ പൂജയില്ല, എന്തുകൊണ്ട് ശ്രീരാമന് വേറെ പൂജയില്ല, വിഷ്ണുവിൻ്റെ പൂജയാണ് എല്ലാം, പക്ഷേ മൂലമന്ത്രങ്ങളിലോ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ.
അത് അദ്ദേഹം പറഞ്ഞൊരു തിരിച്ചു മറുപടി എന്താ വെച്ചാൽ, ഞാൻ ഒരു മരത്തിൻ്റെ കടക്കിലേ നനയ്ക്കാറുള്ളൂ, ഇലകളിൽ നനയ്ക്കാറില്ല. അപ്പം അതേപോലെ മാമാങ്കം ഇപ്പോൾ പല പല രീതികളിൽ പല പല ഒരു കൊണ്ടാടുണ്ടെങ്കിലും ഇതാണ് അതിൻ്റെ മൂലം. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ ആക്സസറീസാണ്, നമ്മളെ കാറ് മേടിക്കുമ്പോൾ കിട്ടുന്ന പോലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, അത് ഇല്ലത്തിൻ്റെയോ മറ്റുള്ളൊരു അഭിപ്രായമല്ല, ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഈ ഒരു മൂലസ്ഥാനം അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, മറ്റേതിപ്പോൾ തൃശ്ശൂർ പൂരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിക്കെട്ടാന്ന് പറയും, ഇല്ലെങ്കിൽ ചിലർ കുടമാറ്റാന്ന് പറയും, ചിലർ പിന്നെ ഇലഞ്ഞിത്രമേഴാണ് അല്ലെങ്കിൽ മടത്തിൽ വരവാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഓരോന്നായിരിക്കും. അടിസ്ഥാനമായിട്ട് അവിടെ വടക്കുന്നാഥനും പാറമേക്കാവിൽ ഭഗവതിക്കും തിരുവമ്പാടി കണ്ണനൊക്കെ ഉള്ള ഒരു വിശേഷമായുള്ള ഒരു അവസരങ്ങളാണ് അതൊക്കെ. അപ്പോൾ അടിസ്ഥാനം ഇതിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ച് അത് നാടിൻ്റെ ഉത്സവമായിട്ട്, കാരണം പഞ്ചഭൂതങ്ങളെ മാത്രം പൂജിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിരുന്ന ക്ഷേത്ര സങ്കല്പങ്ങൾക്ക് മുമ്പേ തന്നെ പറയാൻ വേണമെങ്കിൽ, കാരണം അന്ന് ആ പഞ്ചഭൂതം ഇപ്പോൾ നമ്മളെ വേദങ്ങളിലൊക്കെ പുരുഷ സൂക്തമൊക്കെ വരുന്ന മൂലക്കേ നമുക്ക് എന്താ പറയുക, മനുഷ്യരെയോ അല്ലെങ്കിൽ നമ്മൾ ദൈവങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുള്ളൂ, പഞ്ചഭൂതങ്ങളെ നമുക്കുള്ളൂ ശരിക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ ആചരിച്ചിരുന്ന എത്രയോ പതിറ്റാണ്ടുകൾ, നമുക്ക് ആയിരക്കണക്കിന് എന്നൊക്കെ പറയാൻ തന്നെ പേടിയാവണ അത്രത്തോളം ദൂരേന്ന് നമുക്ക് ആരംഭിച്ച ഈ ഒരു കാര്യം ഇത് ഇത്രത്തോളം നമുക്ക് വിജയകരമാക്കിയിട്ടിപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തി നമ്മളുടെ മുമ്പിൽ ഇത്രത്തോളം ഒരു എന്താ പറയുക, അത് കാണിച്ച തത്വമസി ട്രസ്റ്റ്, അതിന് സുധീർ നമ്പൂതിരി, സന്തോഷ് മാരാത്ത്, ദിനേശേട്ടൻ, ഇവർക്ക് എല്ലാവർക്കും 100 കോടി പ്രണാമം മനസ്സുകൊണ്ട് അർപ്പിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഇങ്ങനെ സത്സംഗങ്ങളിലൂടെ ഈ അസുരശക്തി താഴ്ന്ന് ദൈവശക്തി ഉണരാൻ വേണ്ടി സത്സംഗങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. നമ്മൾ മുടി കറുപ്പിക്കാം, മറ്റേത് കറുപ്പിക്കാം, അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്താലും മനസ്സിന് 6 പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഈ സത്സംഗങ്ങൾ മാത്രമേ പറ്റുള്ളൂ. വേറെ അതിന് ഷോർട്ട് കട്ടില്ല. അത് ക്ഷേത്ര ദർശനമായാലും മറ്റുള്ള വിഷയങ്ങളായാലും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ടവറും നമ്മളിൽ ഇരിക്കുന്ന സിം കാർഡും എത്രത്തോളം ദൂരെ പോകണോ അത്രത്തോളം നമുക്ക് സിഗ്നൽ നഷ്ടപ്പെടും. അപ്പോൾ അത് എത്രത്തോളം അടുപ്പത്തിലേക്ക് വരാൻ പറ്റണോ അത്രത്തോളം നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മൾ എല്ലാവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പോലെ ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിനോ ലാഭേച്ഛയില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. അപ്പോൾ ഏട്ടൻ്റെയൊക്കെ തിരക്കുകൾ എനിക്ക് 100% അറിയാം, അദ്ദേഹത്തിനെ ഇരുത്തി പറയുന്നതല്ല. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് യാത്രകളെല്ലാം ഒഴിവാക്കി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രധാന ലക്ഷ്യം. ഇതൊരു ലോകത്തിന് കാണിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഡയലോഗുണ്ട്. എന്നോടൊരു 2 മാസം മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ, ഇത് വലിയ കാര്യമല്ലേ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, ആര് എന്ത് പറഞ്ഞാലും ഞാനിത് നടത്തും, ഞാൻ തിരുനാവായക്കാരനാണ്, ഞാൻ ഇവിടം കൊണ്ടാണ് വളർന്നത്, അപ്പോൾ ഇവിടുത്തെ പൈതൃകവും ഇത് കാത്തു സൂക്ഷിക്കാൻ ഞാനാണ് മുമ്പിൽ നിൽക്കുക, നീയും എൻ്റെ കൂടെ വേണം. അങ്ങനെ ഞാനടക്കം ഇല്ലത്തുള്ള അനിയന്മാരെല്ലാവരും കൂടെ തന്നെ ഉണ്ട്. പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുടെയും ഇതേപോലെ നമ്മൾ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ട് പഴയ പൈതൃകങ്ങളെ നമ്മൾ പുതിയൊരു രീതിയിൽ, കാരണം എന്തും കെട്ടിക്കിടന്നാൽ അത് മലിനാവും, അത് മതമായാലും രാഷ്ട്രീയമായാലും. ലോകാസമസ്ത സുഖിനോ ഭവന്തു. വളരെ മനോഹരമായ